കിട്ടുന്നൊരു ഗുണം എന്താ? അതെ, വുളുവിന്റെ ഭാഗങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ നല്ല വുളു എടുക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ്. ഇപ്പൊ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹ് പുറത്തു കൊടുക്കും. മുഖം കഴുകുന്നതോട് കണ്ണുകൾ കൊണ്ട് ചെയ്തത്, നാവ് കൊണ്ട് ചെയ്തത്, കാതുകൾ കൊണ്ട് കേട്ടത്, ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ കൈകൊണ്ട് ചെയ്തത്, കാലുകൊണ്ട് ചെയ്തതൊക്കെ പുറത്ത് കിട്ടുകയാണല്ലോ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നതോട് കൂടി അവനോട് പറയപ്പെടുന്ന ഒരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? സ്വർഗത്തിലെ 8 കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഇഷ്ടമുള്ള കവാടത്തിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് കയറാണ്. ഇതാരോട് പറയുന്ന? ഏറ്റവും നല്ല രൂപത്തിൽ വുളു എടുത്ത് ആ വുളുവിന് ശേഷമുള്ള പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹ് പറയുന്ന വർത്താനം. ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറിക്കോ എന്ന് പറയും. അപ്പോൾ മലക്കുകളുടെ ഒരു വിഭാഗത്തിന്റെ ചർച്ചത്തിലൂടെ മറുപടി എന്താ? ഏറ്റവും നന്നായി വുളു എടുക്കുന്ന ആൾക്കാർക്കാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കുക എന്ന് മനസ്സിലായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീൻ. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന തന്നെയാണ്, സ്ഥിരമായിട്ട് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന തന്നെയാണ്. പക്ഷേ എന്താ വിഷയം എന്നറിയോ? വുളു എടുക്കുമ്പോൾ നമ്മൾ നിയ്യത്തിലൂടെ ഞാൻ അള്ളാന്റെ മുമ്പിൽ നിൽക്കാനാണ് ഈ സാധനം ചെയ്യുന്നത് ബോധ്യം വേണ്ടേ? നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് വുളു എടുക്കുന്ന ചില ആൾക്കാരെ കാണൂലേ നമ്മൾ? അപ്പൊ അത് എന്താ ചെയ്യുന്നത് അവർക്ക് ബോധ്യം ഉണ്ടാവുമോ ശരിക്കും? അല്ലേ? സംഭവം ശരിയാണ്, അവയവങ്ങളൊക്കെ കഴുകുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്, വായിൽ വെള്ളാക്കി കൊപ്പിളിക്കുന്നുണ്ട്, മൂക്ക് ചീറ്റുന്നുണ്ട്, മുഖം കഴുകുന്നുണ്ട്, തല തടവുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്, കാല് ഒക്കെ സംഭവം ശരിയാണ്. പക്ഷേ ഓരോന്നും കഴുകുമ്പോൾ അതിലൂടെ അവന് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടുകയും വേണം. അള്ളാഹ് അതിലൂടെ കൊടുക്കുന്നൊരു ഗുണം അത് ലഭിക്കണ്ടേ? വേണ്ടേ? അപ്പൊ നമുക്ക് വുളു എടുക്കുമ്പോൾ ആ ഫീല് വേണ്ടേ? വേണം. ആ ഫീലോട് കൂടി വുളു എടുത്ത് അപ്പൊ ഇങ്ങനെ ബിസ്മി ചൊല്ലി നിയ്യത്ത് ഉണ്ടാവണം അല്ലേ? നിയ്യത്ത് എന്ന് പറയുന്നത് എന്താ സാധനം? കരുതലാണ് അല്ലേ? തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ കൽബിന്റെ തീരുമാനമാണ് നിയ്യത്ത്. കൽബിന്റെ തീരുമാനമാണ് നിയ്യത്ത്. അപ്പൊ അങ്ങനെ ഒരു നിയ്യത്തോടെയാണ് ഞാൻ വുളു എടുക്കുക. അപ്പൊ ഞാൻ വുളു എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കൽബിലൊരു തീരുമാനം എടുത്തു, ഞാൻ വുളു എടുക്കാൻ പോവാണ്. അതെ, അതാണ് പറഞ്ഞത്, കൽബിന്റെ തീരുമാനമാണ് നിയ്യത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. എന്ത് പറ്റി? ഓക്കെ, കൽബിന്റെ തീരുമാനമാണ് നിയ്യത്ത്. അപ്പൊ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ വുളു എടുക്കാനാണ് നിൽക്കുന്നത്. വുളു എടുക്കാൻ നിൽക്കുന്നു, ബിസ്മില്ലാ, ഞാൻ വുളു എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ വുളു എടുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ? ഞാൻ വുളു എടുക്കാൻ പോവാണ്, ശുദ്ധിയാവാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ വുളു എന്ന പദം കഴുകുക എന്ന അർത്ഥം തരുന്ന സാധനമല്ല. കഴുകുക എന്നുള്ളത് എന്താ പറയാ അറബിയില്? ഗസ്ൽ എന്നാണ് പറയുക അല്ലെ? വാഷിംഗ് മെഷീൻ എന്താ പറയാ? ഗസ്സാല എന്ന് പറയുന്നത് അല്ലേ? കഴുകണത് എന്ന നിലക്ക്. വുളു എന്ന പദത്തിന് കഴുകുക എന്ന അർത്ഥം കിട്ടില്ല. കാരണം എന്താ? അത് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടൊരു പദമാണ്. അതുകൊണ്ടാണ് വുളു എടുക്കുന്ന ആൾക്കാർക്ക് നാളെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കും എന്ന് പറഞ്ഞത്. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് അതിൻ്റെ കൂട്ടത്തില്. ജന്നത്തുൽ ബഖിയയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? പോയിട്ടുണ്ട്. അർക്കത്തിൽ പോയിട്ടുണ്ടോ? മീൻസ് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഏടിയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. മക്കയും മദീനയും സന്ദർശിച്ചവരെല്ലാവരും ഉംറ ചെയ്തവരല്ലേ എല്ലാവരും? അൽഹംദുലില്ലാ ചെയ്തിട്ടില്ലേ? അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. എത്ര ഉംറ ചെയ്തിട്ടുണ്ടാവും ലൈഫിൽ? എത്ര ഉംറ ചെയ്തിട്ടുണ്ട്? കുറേ ചെയ്തവരുണ്ട്. അല്ല വലിയ ഭാഗ്യമാണത്. കുറേ ചെയ്തു വെച്ചിട്ട് മോശമാവുമോ? ഇല്ലല്ലോ. ഒരു ഉംറ കൂടുതൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നിയമത്താണ് കേട്ടോ. മിസ്സാക്കരുതേ. ഉംറ ചെയ്യാൻ കുറേ അവസരം കിട്ടിയാൽ ചെയ്തോളണം.
അത് ഒരു ഫാഷൻ പരേഡായിട്ടൊന്നും ചെയ്യേണ്ടെന്നുള്ളതാണ്. വലിയ ആൾക്കാരെ കാണിക്കാൻ ഞാൻ കുറേ ഉംറ ചെയ്തിട്ടുണ്ട് ഇത് പറയാൻ വേണ്ടി വേണ്ട, ഇബാദത്തിന് വേണ്ടി എത്ര ചെയ്യാൻ പറ്റിയാലും നമ്മൾ ചെയ്യണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറക്കത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് മഖബറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അറിയാലോ എന്താ ചില്ല, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നൊക്കെ പ്രാർത്ഥിക്കുമല്ലോ നമ്മൾ. അതുപോലെ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, സഹാബാക്കൾ കൂടെ ഉണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ അവിടെയുള്ള ആൾക്കാരോട് സലാം ചൊല്ലി റസൂലുള്ളാഹി അല്ലേ, സലാം ചൊല്ലി ഇത് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് വല്ലാത്തൊരാഗ്രഹം, എൻ്റെ ഇഖ്വാനുകളെ എനിക്ക് ദുനിയാവിൽ വെച്ചൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണേ. എൻ്റെ ഇഖ്വാനുകളെ, ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്നാണല്ലോ അല്ലേ, എൻ്റെ സഹോദരങ്ങളെ ദുനിയാവിൽ വെച്ച് എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ, ഞങ്ങളല്ലേ നിങ്ങളുടെ സഹോദരങ്ങൾ ഇഖ്വാനുകൾ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ല സഹാബത്തെ, നിങ്ങൾ എൻ്റെ സുഹ്ബത്ത് കിട്ടിയ ആൾക്കാർ, നിങ്ങളെൻ്റെ അസ്ഹാബികളാണ്, എൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങൾ. പക്ഷെ എൻ്റെ ഇഖ്വാനുകൾ കുറേ കാലങ്ങൾക്ക് ശേഷം, എൻ്റെ വഫാത്തിന് ശേഷം ദുനിയാവിൽ എന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു റസൂലുള്ളാഹിനോട്, റസൂലേ ഞങ്ങളിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ, ഞങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ കഴിയുന്നു കൂടുന്നത്. അപ്പോൾ ഇഖ്വാനുകളെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും റസൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് തിരിച്ചു പറയാണ്, കുറച്ച് കറുത്ത കുതിരകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ആ കറുത്ത കുതിരകളുടെ കൂട്ടത്തിൽ കയ്യോ കാലോ അല്ലെങ്കിൽ നെറ്റിത്തടമോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗമോ എവിടെയെങ്കിലൊക്കെ ചെറിയ വെളുപ്പുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ എളുപ്പം നമ്മൾ അവരെ തിരിച്ചറിയൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതേ റസൂലേ എളുപ്പം തിരിച്ചറിയും. അപ്പോൾ പറയുകയാണെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇഖ്വാനുകൾ നാളെ ഇതുപോലെ അവയവങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിലാണ് വരിക. അവരെയും കാത്ത് ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ ഞാൻ നേരത്തെ തന്നെ എത്തിച്ചേരും എൻ്റെ സഹോദരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി നേരത്തെ കാലത്തെ അങ്ങനെ പറഞ്ഞത്, ഞാൻ നേരത്തെ തന്നെ ഹൗദിൻ്റെ അടുക്കലേക്ക് ഞാൻ എത്തും എൻ്റെ ഇഖ്വാനുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അവർ വുളു എടുക്കുന്നതിൻ്റെ ഫലമായി കൊണ്ട് ആ അവയവങ്ങളൊക്കെ പ്രകാശിക്കുന്ന അവസ്ഥയിലേക്ക് അവർ വരിക. അതുകൊണ്ട് അവരെ കണ്ടായിരിക്കും എളുപ്പം മനസ്സിലാവും. അപ്പോൾ വുളു എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ചിന്തകളിലേക്ക് എന്തൊക്കെ വരണം, ഇത് എനിക്ക് പ്രകാശം ഉണ്ടാവുന്നൊരു സാധനമാണെന്ന് വരണം. ഈ വുളു എടുത്തിട്ട് ഞാൻ പോയി നിൽക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് എന്ന ബോധ്യം വരണം. എൻ്റെ റസൂലുള്ളാഹി ഈ അടയാളം വെച്ചാണ് എന്നെ നാളെ ഹൗദിൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുക എന്ന ചിന്ത വരണം. ഇതൊക്കെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും നമ്മുടെ വുളു അല്ലേ, പെർഫെക്റ്റ് ആവും, എവിടെയും നനയാത്തുണ്ടാവില്ല. സംസാരിക്കൂല നമ്മുടെ ചിന്ത മുഴുവൻ എന്തിലായിരിക്കും, എൻ്റെ കൈ കഴുകുമ്പോൾ എൻ്റെ ചിന്ത പോവുക, ഈ കൈ കൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ ഇത് റബ്ബേ ഈ വെള്ളത്തിൻ്റെ ഒടുക്കൂടി അങ്ങ് പോവാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ സംസാരത്തിലുണ്ടാവുമോ? വേറെ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ പെർഫെക്ഷനോട് കൂടിയാണ് നമ്മൾ വുളു ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് മലക്കുകളുടെ ഇടയിൽ ചർച്ച വന്നു. അവർ പറയാണ്, നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ വെക്കുന്ന ഓരോ കാലടിക്കുമാണ് പ്രതിഫലം അള്ളാഹ് കൊടുക്കുക എന്ന് പറയും. ജുമുഅയുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് ഉണ്ട്, ജുമുഅയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മറ്റുള്ള നിസ്കാരത്തിന് ബാധകമല്ല എന്നല്ല കേട്ടോ, ജുമുഅയ്ക്ക് ഒരു പ്രത്യേകത കൽപ്പിക്കുകയാണ്. ജുമുഅക്ക് പ്രത്യേകത കൽപ്പിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. ഒരാൾ കുളിക്കുക, എന്തിനു വേണ്ടിയാണ് കുളിക്കുന്നത്? ജുമുഅക്ക് വേണ്ടി കുളിക്കുന്നു. ആൾ കുടുംബത്തെ കുളിപ്പിക്കുന്നു, എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കുന്നു, എന്നിട്ട് ജുമുഅ കണക്കാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് ഇറങ്ങുന്നു. ആൾ വണ്ടിയിലല്ല പോകുന്നത്, നടന്നാണ് പോകുന്നത്. പള്ളിയിലേക്ക് എത്തുന്നു, ഖതീബിൻ്റെ അടുത്തായിട്ട് അയാൾ ഇരിക്കുന്നു. ഖതീബ് പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അങ്ങനെ ജുമുഅക്ക് പങ്കെടുത്ത് തിരിച്ചു പോരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
ആ ആള് പള്ളിയിലേക്ക് വെച്ചിട്ടുള്ള ഓരോ കാലടിക്കും ഒരു വർഷക്കാലം മുഴുവൻ നമസ്കരിച്ചതിൻ്റെയും നോമ്പ് നോറ്റതിൻ്റെയും പ്രതിഫലം ആൾക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ആൾക്കാരാരാ? പള്ളിയിലേക്ക് നടന്ന് പോകുന്ന ആൾക്കാരാണെന്ന് പറയും. മൂന്നാമത്തെ വിഭാഗം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാണ്. ഇന്തിളാർ സ്വലാ എന്നാണ് പറയാ. കാത്തിരിക്കുക. അത് പള്ളി തന്നെ ഇരുന്നിട്ടുള്ള കാത്തിരിപ്പാണോ? അല്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും ഇശാ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനസ്സുണ്ടാവുമല്ലോ. എനിക്ക് അടുത്തൊരു നിസ്കാരം കൂടെ ഉണ്ട്, അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ദിവസം തീരുന്നതിന് മുമ്പ് എൻ്റെ റബ്ബിനോട് എനിക്ക് കുറച്ചും കൂടെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുന്നൊരു സമയമുണ്ടല്ലോ. ഇപ്പോൾ ഇശാ നിസ്കാരം നമ്മൾ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെ സുബ്ഹി എന്നൊരു സമയം നമുക്ക് വരാനുണ്ട്. അതൊരു താല്പര്യത്തോടെ ഒരു കാത്തിരിപ്പാണ്. അത് നമ്മൾ പള്ളിയിൽ ഇരുന്നാണോ കാത്തിരിക്കുക? അല്ല. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ആൾ. ഈ മൂന്ന് വിഭാഗത്തിൽ ആർക്കാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് മലക്കുകളുടെ ചർച്ച. നമ്മെ സംബന്ധിച്ചിടത്തോളം മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? മൂന്നിൽ ഏതെങ്കിലും ഒന്ന് പെടാൻ പറ്റിയ അൽഹംദുലില്ലാഹ് എന്നല്ലേ നമ്മുടെ ചിന്ത അല്ലേ? ഇനിയിപ്പോ മൂന്നും കൂടി ഒരാൾക്ക് കിട്ടുകയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്തൊരു നിഅമത്താണ് റബ്ബിന്റെ. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇറങ്ങി എന്താ പറയാ, ഉൾക്കൊണ്ട് സ്വീകരിച്ച് അതാവണം എന്ന നിലക്ക് മനസ്സിനെ അങ്ങ് പാകപ്പെടുത്തി കഴിഞ്ഞാല് അള്ളാഹ് എല്ലാം നമുക്ക് ഇങ്ങനെ എളുപ്പമാക്കി തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാണ്. അപ്പം നമ്മൾ പറഞ്ഞ ഫാത്തിഹ എന്നാണ് തുടങ്ങിയെങ്കിലും നിസ്കാരത്തിന്റെ വിഷയങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിസ്കാരത്തിലേക്ക് നമുക്ക് ആ ഒരു കാര്യം പൂർണ്ണമാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ വുളു എടുത്ത ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അവൻ്റെ ചിന്ത എന്തായിരിക്കും? രണ്ട് ചിന്തയേ ഉണ്ടാവുള്ളൂ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുമ്പോൾ. ഒന്നാമത്തെ ചിന്ത എന്താ? അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത അല്ലേ? ആണ്. രണ്ടാമത്തെ ചിന്ത എന്താ? അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ചിന്ത. ഇത് ഈ രണ്ട് ചിന്തയുമാണ് യഥാർത്ഥത്തിലുള്ള നിയ്യത്ത്. നിയ്യത്തിൻ്റെ കാമ്പതാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. ആ സാധനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിലെ ശ്രദ്ധ ഒന്നും എങ്ങോട്ടും പോവില്ല. ഫുള്ള് നിസ്കാരത്തിൽ നമ്മൾ തന്നെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈയൊക്കെ കെട്ടി തുടക്കത്തിൽ തന്നെ പ്രാരംഭ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അള്ളാഹുവായിട്ടുള്ള സംസാരത്തിലേക്ക് ഏർപ്പെട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? ശ്വാസം ഒന്ന് റെഡിയാക്കി അടുത്ത പറയാൻ പോണ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ അല്ലേ? അപ്പോൾ ഇതേക്ക് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മളോട് തിരിച്ചു വേണം, ആ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, ഹംദ് പറഞ്ഞിരിക്കുന്നു, അർ-റഹ്മാൻ റഹീം, ആ ഫീല് വേണം. അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഇങ്ങനെ പറഞ്ഞു ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിന് എന്ത് കിട്ടൂല? ഇമാമിന് നിൽക്കുന്ന മഅമൂമായ നമുക്കും കിട്ടേണ്ട നിസ്കാരം കൊണ്ട്. അതാണ് നമ്മുടെ ചോദ്യം അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞു ഇമാമിന് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു. സ്പീഡ് കൂടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്ത് വേണം? നിസ്കരിക്കുമ്പോൾ ആ ഒരു സംസാരം ഫീലാവണം. അള്ളായിട്ടുള്ള സംസാരം
നമുക്ക് ഫീൽ ആവണം. ഇപ്പൊ അങ്ങനെ ഇപ്പം പറയാണ്, ഇപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ ആയത്തുകളുടെ എണ്ണത്തിന് അല്ലെങ്കിൽ സ്പീഡ് കൂടിയാലും പ്രശ്നമല്ല. അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരാളങ്ങനെ ഓതി, ഇപ്പം പറയാണ്, ഇപ്പം ഇമാം ഓതി, ഇപ്പം നമ്മൾ ബാക്കിലുണ്ട്, നമുക്ക് എന്താ പറയുക, ഒരു മാനസികമായിട്ടൊരു തൃപ്തി കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷെ നിസ്കാരം ബാത്തിലാവുമോ? ഇല്ല, നിസ്കാരം ബാത്തിലാവത്തൊന്നുമില്ല. നിസ്കാരം ക്ലിയർ ആണ്. പക്ഷെ ഒന്നും കൂടെ അതിലേക്ക് കൂടുതൽ ഇറങ്ങാൻ എന്ത് വേണം? ആ ഒരു ബ്രീത്തും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, അതിനൊക്കെ ഒരു ഫീൽ കിട്ടും. നിങ്ങളിപ്പോൾ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കിട്ടും. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നിസ്കാരമായിട്ട് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. നമ്മൾ കുറേ പഠിക്കാനുണ്ട്, കുറച്ചൊന്നുമല്ല പഠിക്കാനുള്ളത്. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരാളുടെ നിസ്കാരം പുറത്ത് നമുക്ക് നോക്കി കാണുമ്പോൾ നമുക്ക് തോന്നും, ആ ആള് തുമഅനീനനുസരിച്ചാണ് നിസ്കരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും, ബോധ്യപ്പെടും. അപ്പോൾ ആ രൂപത്തിലേക്ക് വരാനുള്ളൊരു തുടക്കം എന്ന നിലക്കാണ് എന്ത് പറഞ്ഞത്, ഫാത്തിഹ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രീത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പാരായണം ചെയ്യുക. ഫർദ് നമസ്കാരം നമ്മളെ ഇമാം നിൽക്കുന്നെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ പാരായണം ചെയ്യാം. ഇപ്പോൾ നമ്മളല്ല ഇമാം നിൽക്കുന്നെങ്കിലോ ആ ഇമാമിനെ തുടരുക എന്നതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. അത് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, എവിടെ പിടിക്കണം? അവിടെ പിടിക്കണം. ഒരു സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ഫീലാവും, അൽഹംദുലില്ലാഹ് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. അതെന്താകുക, റുജുബാവാതിരുന്നാൽ ശ്രദ്ധിച്ചാൽ മതി, ശുക്രായിട്ട് മാറിയാൽ മതി. റുജുബാകുമ്പോഴാണ് പ്രശ്നം. നമുക്ക് ഞാൻ തരക്കേടില്ല എന്ന് തോന്നുമ്പോഴത്തിലാണല്ലോ പ്രശ്നം വരിക. അതേ സ്ഥാനത്ത് അൽഹംദുലില്ലാഹ് കുറച്ച് നന്നായി, അൽഹംദുലില്ലാഹ് കുറച്ച് നന്നായി, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സമയമില്ല, എന്തായാലും അൽഹംദുലില്ലാഹ് ഇതാണല്ലോ നമ്മുടെ മെയിൻ കണ്ടന്റ്, ഇതാണല്ലോ. ബാക്കി നമുക്ക് പിന്നെയും പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. അവസാനത്തെ 3 സൂറത്ത് തല ആറ്റുണ്ടൊന്നും കാര്യമില്ല, ശരിക്കും പറഞ്ഞേ പറ്റുള്ളൂ. അവസാനത്തെ 3 സൂറത്ത്, എന്താ അവസാനത്തെ 3 സൂറത്തിന്റെ അവസ്ഥ? എത്ര കാര്യങ്ങളുടെ ഖിറാഅത്ത് കേട്ടു? എനിക്ക് അതാ അറിയേണ്ടത്. എല്ലാവരുടെ ഫോണിലും ഖുർആൻ ഉണ്ടല്ലോ, ഉണ്ട്. ഖിറാഅത്തുള്ള ഖുർആൻ ഉണ്ടല്ലോ, ഉണ്ടോ? ഇല്ലേ? ഉണ്ട്, എല്ലാവരുടെ അടുത്തും ഉണ്ട് അല്ലേ? ചിലപ്പോൾ 2 or 3 ഒക്കെ ഉണ്ടാവും ചില ഫോണിൽ. ചിലപ്പോൾ ഒരേ സോഫ്റ്റ്വെയറിൽ തന്നെ പല കാര്യങ്ങളുടെയും സെലക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സോഫ്റ്റ്വെയറും ഉണ്ടാവും. എന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ച എത്ര ആളുകളുടെ ഖിറാഅത്ത് നിങ്ങൾ കേട്ടു? അവസാനത്തെ 3 സൂറത്തിനെ പറ്റിയാണ് ചോദ്യം, വേറെ ഒന്നും ചോദ്യമില്ല. പറഞ്ഞു എങ്ങനെ? അതാ പറഞ്ഞത്, പണ്ടത്തൊക്കെ വിട്ടേക്ക് ആണ്. അൽഹംദുലില്ലാഹ്, അത് ഖൈർ, അതൊക്കെ ഞാനിങ്ങനെ കുറ്റം പറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ കുറ്റം പറയുകയൊക്കെ ചെയ്യും. പറയും. ബാക്കി ആരും കേട്ടില്ലേ? അത് പറ്റത്തില്ല കേട്ടോ. ആരും കേട്ടില്ലേ? എല്ലാരും കേട്ടിട്ടുണ്ട്. പിന്നെന്താ പറയാൻ മടി? നമ്മൾ കേട്ടൊരു കാര്യമില്ലേ, പിന്നെന്താ പറയുന്നതിന്? ഇപ്പൊ ആരതാന്ന് ചോദിക്കുന്നത് പഠിച്ചിട്ടാണോ? ചിലപ്പോ അങ്ങനെ ചോദിക്കും, ആരെ ഖിറാഅത്ത് കേട്ടെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോ അങ്ങനെ പറയും. ഖിറാഅത്ത് കേട്ടല്ലോ, നിങ്ങളൊന്നോ എല്ലാവരും കൂടി ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കേട്ടിട്ടില്ല, കുറച്ച് കേട്ടു കുറച്ച് കേട്ടില്ല. ഇതിപ്പോ ആറാഫിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, ഇത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നുള്ള ഇത് കേൾക്കണ എന്തിനാ? അതിനൊക്കെ മനസ്സിലാക്കി നോക്കട്ടെ ആദ്യം. എന്തിനാ ഖിറാഅത്ത് കേൾക്കാൻ പറഞ്ഞ്? തജ്വീദ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? കാരണം അത് ഇപ്പം സൂറത്ത് ഇഖ്ലാസ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചൊരു സൂറത്താണ്. കുല്ലു അല്ലാഹു എന്ന് ഓതുന്ന ആൾക്കാരുണ്ട്. കുല്ലു അല്ലാഹു എന്ന് ഓതുന്നുണ്ട്. എന്നാൽ അവിടെ കുൽ എന്ന സുക്കൂന് പകരം ലമ്മ് കൊടുക്കുന്ന ആൾക്കാർ കുല്ലു അല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഓ കാഫ് ഉച്ചരിക്കാതെ കാഫ് ഉച്ചരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇല്ല, ഉച്ചരിക്കേണ്ടത് കാഫാണ്. പക്ഷെ നമ്മള് പാരായണത്തില് അശ്രദ്ധ വരുന്ന കാര്യമാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ബോധപൂർവ്വം ഓതുമ്പോൾ നമ്മൾ കാഫ് തന്നെ പറയും. പക്ഷെ അശ്രദ്ധ വരുന്ന ഒരു വിഷയം കാഫിന് പകരം കാഫ് പറയും. ഖുൽ ഹുവല്ലാഹ്
എന്നതിന് പകരമാണ് നമ്മൾ കുല്ലു വല്ല എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ ഹ നഷ്ടപ്പെട്ടു പോയി. അത് സംഭവിക്കും. പലരും കാണിക്കുന്ന ഒരു തെറ്റെന്താ വെച്ചാൽ ലാസ്റ്റ് തരം ഫലം യകുല്ലഹു കുഫുവൻ എന്ന് പറഞ്ഞാൽ അവിടെ മണിച്ചു കളയും. കുഫുവൻ അഹദ് എന്ന് പറയും, അവിടെ മണിക്കാനില്ല. കുഫുവൻ അഹദ് എന്നേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഖിറാഅത്ത് കേൾക്കണം. അത് പഠിച്ചവരും കേൾക്കണം, പഠിക്കാത്തവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. മലിക്കിന്നാസ് എന്ന് കാഫിന് ഷെദ് കൊടുത്ത് ചിലർ പാരായണം ചെയ്യാറുണ്ട്. അവിടെ കാഫിന് ഷെദ്ദില്ല. പാരായണം ചെയ്യുമ്പോൾ നമ്മൾ കേട്ടതൊക്കെ അങ്ങ് ചെയ്യണല്ലേ. അവിടെ മലിക്കിന്നാസ് കാഫിന് ഷെദ് കൊടുത്താൽ തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. മലിക്കിന്നാസ് അതേ ഉള്ളൂ. അത് നമ്മൾ ഖിറാഅത്ത് കേട്ടാലാണ് ബോധ്യപ്പെടും. ഇല്ല, ഖുർആൻ എടുത്ത് വെച്ച് മുമ്പിൽ വെച്ച് നോക്കണം. അതുകൊണ്ടാണ് പഠിച്ച വർഷങ്ങളായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് തന്നെ നോക്കണമെന്നും ഖിറാഅത്ത്. ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, ഫാത്തിഹ തുറന്ന് ഖുർആൻ നോക്കിയ എത്ര ആളുണ്ട് കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഇടയിൽ? ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. നിങ്ങൾ പോയിട്ട് ഫാത്തിഹ എടുത്ത് നോക്കണം. ആരൊന്ന് കൈ വന്നിച്ച് എനിക്ക് ഓരല്ലൊന്ന് കാണും. ഫാത്തിഹ സൂറത്ത് എടുത്ത് നോക്കിയവര് 2 ആൾക്കാരെ എടുത്ത് നോക്കിയിട്ടുള്ളൂ. 3 ആൾക്കാർ. ആ കൈവന്തിക്കാൻ പറഞ്ഞ കയ്യിൽ നിർത്തിയ 3 ആൾക്കാർ. 7ാമത്തെ ആയത്ത് കണ്ടല്ലോ അല്ലേ? കണ്ടല്ലോ 7ാമത്തെ ആയത്ത് തുറന്നു നോക്കിയൊരാളാണ് എന്റെ ചോദ്യം. ഇല്ലേ? 7ാമത്തെ ആയത്ത് ഏതാന്ന് കണ്ടല്ലോ? കണ്ട്. 1ാമത്തെ ആയത്തും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ദിവസം 17 തവണ നിർബന്ധമായിട്ട് ഓതുന്നൊരു സാധനം കൺഫ്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താ അല്ലേ? അതും തെറ്റാണ്, തിരുത്തണം. അതൊരു നോർമൽ ഓതുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തിരുത്തണം. അല്ല, വേറെന്ത് വിഷയം എന്ന് അറിയാമോ? കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ 1-2 എഴുത്തുകളൊക്കെ വന്നല്ലോ, ഇന്ന സൂറത്തൊക്കെ പഠിക്കാൻ മതി. എൻ്റെ ടെൻഷൻ എന്തായിരുന്നു അറിയോ? എൻ്റെ പഠിച്ചവന് ഇവരിതിപ്പോ അടുത്ത ആഴ്ച കുറേ പഠിക്കാണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആകെ കൂടെ പ്രശ്നമായി പോകുന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ഇതെല്ലാം കൂടി. അപ്പൊ ഞാൻ പിന്നെ 1-2 ആൾക്കാർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒന്നും പറയണ്ട, പഠിക്കുന്നവർ പഠിക്കട്ടെ, ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് അടുത്ത ആഴ്ച മുതൽ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാം. ഇപ്പൊ നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലേക്ക്. അതുകൊണ്ട് ഒന്നും മിണ്ടാതിരുന്നതാ. ടെൻഷൻ എനിക്കായിരുന്നു, നിങ്ങളെക്കാളും ടെൻഷൻ എനിക്കായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഞാൻ അതിലേക്ക് വരാം. അതിന്റെ മുന്നേ പാതി അവസാനത്തെ സുഹൃത്തും റെഡി ആവട്ടെ. പറയും. എന്താ സുഹൃത്ത് റൂം 28 നിൽക്കുക, അതിലേക്ക് കേറുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ശരിയാവാനുണ്ട്. അപ്പൊ അവസാനത്തെ 3 സുഹൃത്ത് ഇനി നിങ്ങൾ എനിക്കൊരു ഉറപ്പുതാ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അതെ, മീൻസ് ഇത് അറിയാത്ത കൊണ്ടല്ല, നമ്മളിത് കാണാത്ത കൊണ്ടുമല്ല. പക്ഷെ ശീലം വന്നൊരു സാധനം മാറണമെങ്കിൽ നമ്മൾ അതിന് ശ്രദ്ധ കൊടുത്ത് പണിയെടുക്കണം. ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മളൊരാളെ വിളിച്ചിട്ട് ഓദിക്കുന്ന സമയത്ത് അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് പറയണല്ലോ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നൊരാൾ പാരായണം ചെയ്താൽ നോർമലി ഒരാൾ തോന്നുക എന്താ പ്രശ്നം തോന്നൂല. അതേ സ്ഥാനത്ത് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അതാണ് ശരി എന്ന് ഒരു ഖിറാഅത്ത് കേട്ടാലേ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഓതുമ്പോൾ എന്താണ്ടോ മണിച്ചേരിക്കും ചിലപ്പോൾ ഓതുക. വേറെ വിഷയം എന്താണെന്ന് അറിയോ? ഈ സാധനം ഓതുമ്പോൾ ഇത് തന്നെയാണോ ഓതുന്നത് നമുക്ക് ഒരു ബോധവും കഥ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നിസ്കരിക്കുമ്പോൾ തന്നെ ഇപ്പൊ നോക്കിയാൽ മതി, ഇശാ നിസ്കാരത്തിന്റെ അവസാനത്തെ 2 റക്അത്ത് പോലും
പല സൂറത്തും പലരും ഓതലുണ്ടാവും. അറിഞ്ഞുകൊണ്ട് ഓതുന്നതല്ല. ഇനിയിപ്പോൾ ഓതണ്ടാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓടിക്കും. ഇനിയിപ്പോൾ ബുഹർ അസ്രം നിസ്കരിക്കുമ്പോൾ നോക്കിയാൽ മതിയെ. നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒന്നാമത്തെ സൂറത്തിൽ ഒന്നാമത്തെ ഇറക്കത്തിൽ ഏത് സൂറത്തിന് ഓതിയെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ നമ്മൾ അറിയാവുന്ന ഈ ചെറിയ ചെറിയ സുഹൃത്തുക്കളൊക്കെ കുറെ ഓതിപ്പോയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ ഓതിയുണ്ടായിരിക്കും. ഈ നിയമങ്ങളൊന്നും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല. സംഗതിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കിട്ടേണ്ടതോ വരേണ്ടതോ സാധനം ചിലപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല. അതല്ല, സാധനം വെളിവാകണം. ആ സാധനം ഇയാക്കാന്ന് പറഞ്ഞിട്ടാണ് നാവിലേക്ക് പോവുള്ളൂ. അത് വെളിവാണ്, സ്വാഭാവികമാണല്ലോ. അത് ഓതുമ്പോൾ വെളിവാകുമല്ലോ. പക്ഷെ അവിടെയാണ് വിഷയം. ഈ കുല്ലു അല്ലാഹു എന്ന് പറയുമ്പോഴാണ് ഹാ നഷ്ടപ്പെടുന്ന അവസ്ഥ ഞാൻ പറഞ്ഞത്. അതുപോലെ കുല്ലാഊദു, കുല്ലാഊദു എന്ന് പറയുമ്പോൾ ലാമിന് ഫതഹാണ് കൊടുക്കുന്നത്. അതെന്താ കുൽ അഊദു എന്നാണ് പറയേണ്ടത്. ആ കുൽ വെളിവാകണം. ആ വെളിവായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുല്ലാഊദു, കുല്ലാഊദു എന്ന് പറയും. ഇപ്പൊ ലാമിന് ഫതഹ് കൊടുത്ത് ഹംസ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഖിറാഅത്ത് കേട്ട് ഖുർആൻ മുമ്പിൽ വെച്ച് കണ്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. ശരി, ആയത്തുൽ കുർസിയോ? പഠിച്ചതായത് കൊണ്ട് നോക്കിയിട്ടില്ല അല്ലേ? പഠിച്ചതായത് കൊണ്ട് പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല എന്നാണോ? ഖവാതീമുൽ ബഖറയോ? പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് വിത്ത് തെജ്വീദ് ഞാൻ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യും കൂടി ചെയ്തിരുന്നു. ഏത് കാര്യമായാലും കുഴപ്പമില്ല, ഖിറാഅത്ത് കേൾക്കണം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ചിലപ്പോ അത് കഴിഞ്ഞപ്പോ കയറി വന്ന് തർക്കം മുതലുണ്ടായിരുന്നോ? കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും നമുക്ക് ഈ ആഴ്ച നടക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു തീരുമാനത്തിൽ കൂടെ നമ്മൾ തീരുമാനിച്ചാൽ നടക്കും. ഒരു സംശയവും വേണ്ട. നമ്മൾ തീരുമാനിച്ച് റെഡിയാവും. കാരണം എന്താ വെച്ചാൽ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു ഇൽമിയായൊരു ഉന്നമനത്തിന് വേണ്ടി ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുത്തിയല്ലോ നമ്മളെ, അല്ലെ? എത്തിച്ച് ചേർത്തു നമ്മളെ. അപ്പോൾ ആ എത്തിച്ച് ചേർത്തതിൽ നിന്ന് കിട്ടേണ്ടതായ കുറച്ച് ഗുണങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ അള്ളാഹിന്റെ റഹ്മത്ത് വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ. അതാണ് ഞാൻ കുറച്ചങ്ങനെ എൻ്റെ ടെൻഷൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ്, കാരണം ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ബാധ്യതയാവോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സന്തോഷം എന്തായിരുന്നു അറിയോ? ഈ സാധനങ്ങൾ നിത്യജീവിതം നമ്മൾ പാലിക്കേണ്ടതാണല്ലോ. അപ്പോൾ കുറച്ചധികം ഗൗരവം നമ്മൾ കാണിക്കാൻ വെച്ചാൽ ഒറ്റ ആഴ്ച കൊണ്ട് നിങ്ങളെല്ലാവരും സെറ്റാവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് സെറ്റായില്ലേ. പിന്നെ കാലാകാലം മരിക്കോളം പിന്നെ എന്താ പേടിക്കാൻ? നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഈ സാധനം നമ്മൾ ഒറ്റ ആഴ്ച കൊണ്ട് അങ്ങ് സെറ്റായി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാ? ചില്ലറ കാര്യ അല്ല. അതുകൊണ്ട് കുറച്ച് മെനക്കെടേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഇപ്പം പറയാണ് പഠിക്കാത്തവരൊക്കെ പുറത്തിറങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെട്ടില്ലേ അല്ലേ? അടുത്ത ആഴ്ച ഒറ്റ ഒന്നും ഉണ്ടാവില്ല ക്ലാസ്സിൽ. പഠിച്ച 3 ആൾക്കാർ മാത്രം വെച്ച് നമുക്ക് മാറ്റി പറ്റോ? ഇല്ല. ഇത് നമ്മുടെ ചിന്താഗതിയും ചിലപ്പം നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ചിലപ്പം മൈൻഡിൽ നിൽക്കില്ല. അതൊക്കെ സംഭവിക്കും കേട്ടോ. ചിലപ്പോൾ എന്താ പറയുക, ഒരാഴ്ച ഒരുപാട് സമയം മെനക്കെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സാധനം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യുക, ഓർമ്മയിൽ നിൽക്കണില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പിടുത്തത്തിലാണോ? അല്ല. അപ്പം ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുക. അത്രയേ നമുക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാണ്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഫാത്തിഹ, അവസാനത്തെ 3 സൂറത്ത്, ആയത്തുൽ കുർസി, ഖവാതീമുൽ ബഖറ, ആലി ഇമ്രാനിലെ ആ 5 ആയത്ത്. അത് നിങ്ങൾ എത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി തുടങ്ങുന്ന സൂറത്ത് ആലി ഇമ്രാനിലെ 190 മുതൽ 194 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ ഇതാണ്
എന്താ പറയുക ഹിഫ്ളായിട്ട് ഉണ്ടാവേണ്ടത്. പിന്നെ സൂറത്ത് മുൽക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അത് ഹിഫ്ള് ഉള്ളവരുണ്ടാവും. ഇനിയിപ്പോൾ ഹിഫ്ളാക്കാൻ സമയം കിട്ടുമോ പരിശ്രമിക്കുകയോ ചെയ്തിട്ട് പറ്റുമെങ്കിൽ അൽഹംദുലില്ലാ അതും ശരിയാണ്. ഇനിയിപ്പോൾ അഥവാ ഹിഫ്ളാക്കാൻ പറ്റിയില്ലെങ്കിൽ 3 മിനിറ്റ് 3.5 മിനിറ്റാണ് നമുക്ക് വേണ്ടി വരിക ഒന്ന് മുൽക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഓതാൻ. ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ആ സാധനം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റിയാൽ നോക്കിയാറ്റെങ്കിലും കാണാതെ പഠിക്കുന്നവരെ നോക്കി തന്നെ മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. എന്ത് പറ്റി? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. രണ്ടാഴ്ച ആയിട്ട് നമ്മൾ പുതുതായിട്ട് റൂമിലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഖൈറാണ്. 190 മുതൽ 194 പഠിക്കണം എന്നുള്ള എപ്പം വിചാരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ്സിൽ എൻ്റെ ആളല്ല യാദൃശ്യമായിട്ട് ഇവിടെ എത്തിയതാണ്. ബൂസ്റ്റ് കൊണ്ട് പഠിച്ചു അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. 15 വർഷമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. എല്ലാവർക്കും അതിലൊരു ഭാഗ്യം കിട്ടട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഇത് വിഷയം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതലങ്ങളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സംഭവം ശരിയാണ് അല്ലേ? അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ആ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഉള്ളിന്ന് വരുന്ന ഒരു വർത്താനാണ് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. റബ്ബ ഇതൊന്നും ഇനി വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്ക് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലൊരു അത്ഭുതം കാണുമ്പോൾ ഒരു വർത്താനം വരുന്നതാണ്. നമ്മളെക്കാൾ അനുഗ്രഹമുള്ള അല്ലെങ്കിൽ അനുഗ്രഹം കുറഞ്ഞ ഒരാളെ കാണുമ്പോൾ പറയേണ്ടി വർത്താനം എന്താ? നമുക്ക് തോന്നുകയാണ് നമ്മളെക്കാൾ അനുഗ്രഹം ഇയാൾക്ക് കുറവേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ കന്നഡ വെക്കുന്ന ഒരാളാണ്, എനിക്ക് കണ്ണിന് പവർ കുറവാണ്. കന്നഡ വെക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് കണ്ണ് എന്തുണ്ട്, പവർ ഉണ്ട്. അപ്പൊ കന്നഡ വെക്കുന്ന എന്നെ കാണുമ്പോൾ മൂപ്പർ പറയേണ്ട ഒരു വർത്താനുണ്ട്. അൽഹംദുലില്ലാ മാത്രം പറഞ്ഞാൽ പോരാന്ന്. എങ്ങനെ? അതാണ് നമ്മൾ സംഭവം നമുക്കൊക്കെ അറിയാം, ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ ഉള്ളിന്ന് വരേണ്ട ഒരു സാധനമുണ്ട്. അതിനെ പറ്റിയാണ് എൻ്റെ ചോദ്യം. ഉള്ളിന്ന് വരേണ്ട ഒരു സാധനം. അൽഹംദുലില്ലാ അല്ലേ, അല്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല എന്ന് പറയണം. അത് നമ്മളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ ഒരാളെ നമ്മൾ കാണുമ്പോൾ, നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു വർത്തനാണ്. അതെ, മലയാളത്തിൽ ഭാഷ ഏതായാലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷെ അത് എവിടുന്ന് വരേണ്ടതാ? കൽബിന്ന് വരണം. അതൊരു നന്ദി പറച്ചിലായിട്ട് മാറണം. അല്ലദീ ഫദ്ദലനി, അള്ളാഹ് എനിക്ക് ഫദ്ല് തന്നല്ലോ, അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, നീ സൃഷ്ടിച്ച ധാരാളം സൃഷ്ടിജാലങ്ങൾക്ക് കിട്ടാത്തൊരു ഫദ്ലുണ്ടല്ലോ, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നൊരു ഫദ്ല്, അതൊക്കെ എനിക്ക് തന്ന് നീ എന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ മലയാളത്തിൽ തോന്നിയാൽ മതി. ഇപ്പം അൽഹംദുലില്ലാ റബ്ബേ, മൂപ്പർക്ക് കിട്ടാത്തൊക്കെ എനിക്ക് തന്നല്ലോ അൽഹംദുലില്ലാ, അങ്ങനെ പറഞ്ഞാലും മതി. അത് എവിടുന്ന് വരണം? അത് കൽബിന്ന് വരണം. ആ കൽബിന്ന് അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ചിന്ത എന്താ പോവുക? അടുത്ത ചിന്ത എന്താ? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യൂലേ, ഉറപ്പല്ലേ? അപ്പൊ അള്ളാഹ് ആഗ്രഹിക്കുന്ന എന്താ? ഒരു അടിമയിൽ നിന്ന് അവനെ കിട്ടിയ അനുഗ്രഹം അവനത് മനസ്സിലാക്കിയിട്ട് നന്ദി കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അവയവങ്ങൾ, കൈകാലുകൾ, എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ അവയവങ്ങൾ ഫുള്ള് എടുത്ത് നോക്കാം. നമുക്ക് കിട്ടിയ സമ്പത്ത്, നമ്മുടെ ജോലി, കച്ചവടം, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ സാധനമൊക്കെ കുറച്ച് സമയത്തേക്ക് നമ്മളത് നമുക്ക് പറയാൻ പറ്റും. അത്രയല്ലേ ഉള്ളൂ അല്ലേ? വളരെ കുറഞ്ഞ സമയത്തേക്ക് നമ്മൾ പറയണത് എൻ്റെയാണ്, നമ്മളെയാണ്. ഒരിക്കലും അല്ല, ഇത് എൻ്റെയാണ് നമ്മൾ പറയാണ്. ഒരു സ്ഥലം നമ്മൾ പറയാം, ഈ സ്ഥലം എൻ്റെതാണ്, ആധാരത്തിൽ എൻ്റെതാണ്, അടിയാധാരം നോക്കുമ്പോൾ വേറെ ആളാണ് അല്ലേ? 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വഫാത്തിന് അല്ലെങ്കിൽ മരണത്തിന് ശേഷം മക്കൾ പറയും ഇത് എൻ്റെ ആണെന്ന് പറയും, അല്ലെ വേറെ വിറ്റ ആൾക്കാർ പറയും ഇത് എൻ്റെ ആണെന്ന് പറയും. പറയുന്നതല്ലേ ഏതിനെ പറ്റിയ?
ഒരേ സ്ഥലം തന്നെയാണ്. സ്ഥലത്തിന് മാറ്റമൊന്നുമില്ല, വർത്താനത്തിന് മാറ്റമുണ്ട്. അതുപോലെ നമ്മളും പറയണം പലതും ഇത് എൻ്റെയാണ് എൻ്റെയാണ് എൻ്റെയാണ്. നമ്മളതാണോ? അല്ല. ഇതൊക്കെ തന്നതാരാ? അല്ല. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലേ താനും. അപ്പോൾ അള്ളാന്റെ ദുനിയാവിൽ നമ്മളിങ്ങനെ അള്ളാന്റെ പ്രതിനിധികളായി കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ള തന്ന സാധനങ്ങൾക്ക്, നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് കാര്യമുള്ളൂ. വിശുദ്ധ ഖുർആൻ അള്ള പറയാം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്താ അർത്ഥം? നമ്മൾ കുറേ കേട്ടതായിട്ടാണല്ലോ. മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എങ്ങനെയാ? നമ്മുടെ ഇബാദത്ത് ഇല്ലെങ്കിൽ അള്ളാഹിന്റെ പ്രതാപത്തിന് വല്ല കുറവ് സംഭവിക്കുക? ഒരിക്കലും ഇല്ലല്ലോ. നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. നമുക്ക് കിട്ടിയതിനെ പറ്റി ബോധ്യം ഉണ്ടായി അതിന് ശുക്ർ കാണിച്ച് ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ പോവുക. ഈ അടിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന പിക്ചർ എന്താ? പണ്ടേത്തെ അടിമകളുടെ ഒരു പിക്ചറാണ് നമ്മുടെ മൈൻഡിൽ വരിക അല്ലേ? പണ്ട് നമ്മൾ കണ്ട നോവലുകളിലോ അല്ലെങ്കിൽ സീരിയലുകളിലോ സിനിമകളിലോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു പിക്ചറൈസേഷനാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക അല്ലേ? കറുത്ത് കരുവാളിച്ച കുറച്ച് ജന്മങ്ങൾ, കഴുത്തിലും അവിടെയൊക്കെ ചിലപ്പോൾ കയറൊക്കെ ഉണ്ടാവും അല്ലേ? അവിടെ ഇവിടെ മാത്രം തുന്നിയ ഒരു വസ്ത്രം ഇട്ട ഒരു അടിമ എന്നൊരു ചിന്താഗതിയിലാണ് നമ്മൾ വരിക. ശരിക്കുള്ള ആ ഒരു പദപ്രയോഗവും ആ ഒരു കാര്യവും അടിമത്തം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് അടിമപ്പെടുക എന്നുള്ളത് അല്ലേ? നമ്മുടെ വിഷയം 28-ാമത്തെ ആഴ്ച ആ വിഷയം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് കൂടുതൽ അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് നമുക്കതൊരു ബോധ്യം വരാൻ വേണ്ടി പറയാണ്. ലഹരിക്ക് അടിമപ്പെട്ടൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ലഹരിക്ക് അടിമപ്പെട്ടൊരു മനുഷ്യൻ, ആളെ പറ്റിയുള്ള നമ്മുടെ നിർവചനം എന്താ? ലഹരി ഇല്ലാതെ ആൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഫുൾ ടൈം അതിലാണ് അല്ലെ? ആൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ആ സാധനം ഉള്ളിൽ കയറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുടെ സംസാരവും പ്രവർത്തനവും ഒക്കെ ഉണ്ടാവുക. അള്ളാഹ്ക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അള്ളാഹ്ക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാത്തൊരു ലൈഫ് ഓനില്ല. 24 മണിക്കൂറാണെങ്കിൽ ദിവസത്തെ 24 മണിക്കൂറും അവന്റെ ചിന്ത, അവന്റെ പ്രവർത്തനം, അവന്റെ സംസാരം, അവന്റെ നോട്ടം, നടപ്പ്, വരവ്, പോക്ക് എല്ലാം എന്താ? അല്ലാ അല്ലാ അല്ലാ. അത് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ്സിയ ഒരു ഹദീസിലൂടെ ഒരു വർത്താനം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഇതിലും സന്തോഷം കിട്ടുന്ന ഒരു വർത്താനം വേറെ ഇല്ല എന്ന് തോന്നുന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. എന്താ പറയാ? അള്ളാഹ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടപ്പെടുക എന്നുള്ളത് അവൻ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വയോടെ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും കേട്ടോ. അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കണ്ണായി അള്ളാഹ് മാറും, അവന്റെ കാതായി അള്ളാഹ് മാറും, അവന്റെ നാവായി അള്ളാഹ് മാറും, അവന്റെ കൈയായി അള്ളാഹ് മാറും, അവന്റെ കാലായി അള്ളാഹ് മാറും എന്നിങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് അങ്ങനെ ആയിട്ട് മാറുന്നതാണോ? അല്ല. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ തൃപ്തിയിലൂടെ അവന്റെ കണ്ണും നാവും ചെവിയും കൈയും കാലും ഒക്കെ പോകുള്ളൂ. അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു ഹറാമായ ഒരു കാര്യത്തിലേക്കും അവൻ പോവില്ല. കാരണം എന്താ? അള്ളയാണ് അത് നിയന്ത്രണത്തിലാക്കിയിരിക്കും. അത് ചില്ലറ ഭാഗ്യാണോ? ആണോ? ചില്ലറ കാര്യമാണത്? അല്ല. അപ്പൊ അള്ളാഹ്ക്ക് അടിമപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി സകലതും സമർപ്പിച്ച് ഒരടിമയായി ഞാൻ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് അള്ളാഹിന്റെ അടിമ എന്ന് പറയുന്നത്. ഒരടിമയും ഉടമയും നമ്മൾ ബന്ധം എന്താ? അടിമക്ക് ഒന്നിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ടില്ല. കാരണം എന്താ? എന്തുണ്ടെങ്കിലും ഉടമ നോക്കിക്കോളും. തിന്നാൻ കൊടുക്കുന്ന ആരാ? ഉടമ. അവന് ചെല്ലും ചെലവ് ആരാ? ഉടമ. അവനെന്തെങ്കിലും പ്രശ്നം വന്ന നോക്കേണ്ടി ആരാ? ഉടമ. അവൻ ഞാൻ അള്ളാന്റെ അടിമയാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ എന്താ പേടിക്കാൻ? എന്റെ ഉടമ നോക്കിക്കോളൂല്ലോ. എന്റെ ജീവിപ്പിക്കേണ്ടി ആരാ? എന്റെ ഉടമ. എനിക്ക് ഭക്ഷണം തരേണ്ടി, റിസ്ക് നൽകേണ്ടി ആരാ? എന്റെ ഉടമ. എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആരാ? എന്റെ അള്ളാഹ് അല്ലേ? ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പൊ അള്ളാഹ്ക്ക് അടിമപ്പെടുക എന്ന ചിന്തയോടെ നമ്മുടെ ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ബാക്കി അള്ളാഹ് ആക്കി തരുന്നേ.
ലൈഫ് ഇൻഷുറൻസ് എന്തിന്റെ കാര്യത്തിലാണ് ഇനിയിപ്പോ എടുക്കണമെന്ന് പറയുന്നുണ്ടോ? ഇങ്ങക്ക് വിട്ടന്നെ, ഞാൻ 10 പറയുന്ന ആളല്ല, ഇങ്ങക്ക് വിട്ടന്നെ. പക്ഷെ ഇതാണ് ലൈഫ്. ഓരോ നിമിഷവും അള്ളാഹ് എന്ന ചിന്താഗതിയോടെ ജീവിക്കാം. അതിനേക്കാളും വലിയൊന്നും ദുനിയാവിൽ കിട്ടാനില്ല. നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാൻ എൻ്റെത് എന്നുള്ളൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ വല്ലാതെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് കൂടി പ്രശ്നങ്ങളാകുന്നത്. പഴയ കാലത്തെ ആൾക്കാർ അറ്റാക്ക് വന്ന് മരിച്ചവരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അല്ലേ? കുറവാണ്. പൊതുവെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പം ആൾക്കാർ എന്ന് പറയുമ്പോൾ അതാണ്. അപ്പം പല കാരണങ്ങൾ പറയുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം പറഞ്ഞു. പക്ഷേ സ്ട്രെസ് കൂടിയില്ല അല്ലേ? വല്ലാത്ത സ്ട്രെസ്. എവിടെ പോയാലും എന്താ ചെയ്യുന്നത്? ജോലിക്ക് പോവുകയാണെങ്കിൽ കോർപ്പറേറ്റിൻ്റെ കാര്യങ്ങൾ വേറെ, പ്രൈവറ്റിൻ്റെ സെക്ഷൻ വേറെ, നമ്മൾ തന്നെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ വേറെ. എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനും സമാധാനിക്കാനും വകുപ്പില്ലാണ്ടായി. വീട്ടിൽ കയറി വരുമ്പോൾ പോലും വീട്ടിലുള്ള ഭാര്യനോടോ മക്കളോടോ സമാധാനത്തോടെ ഒരു 2 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ദുനിയാവ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയും, അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാം, അത് വന്നു നോക്കണം, അറിയണമെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കണം ഞങ്ങളെ പോലെ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്ത് തോന്നിയാലും ശരി, നമ്മളെ ഉള്ളൂ നമുക്ക് വേണ്ടി സന്തോഷിക്കാൻ. എന്തുണ്ടെങ്കിലും പറയാൻ നമുക്ക് ആരുണ്ട്? നമ്മുടെ റബ്ബുണ്ട്. ആ റബ്ബ് നമ്മളെ കൈവിടൂല. ആ റബ്ബിനോട് നമുക്ക് എന്തും പറയാം. എല്ലാം ചെയ്തു തരേണ്ട അവനാണ്. അപ്പോൾ മെയിൻ ഇവന്റ് എന്താ? അവനെ ഇബാദത്ത് ചെയ്യുക. ഇതാണ് മെയിൻ ഇവന്റ്. അവനെ ഇബാദത്ത് ചെയ്യുക. ബാക്കിയൊക്കെ അള്ളാഹു ഖൈറാക്കി തരും. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴേ കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ആയിട്ട് എന്ത് വേണം? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വരാൻ ശ്രമിക്കുക. വരട്ടെ, നിങ്ങളുള്ളൊന്ന് വരട്ടെ. ഇതൊക്കെ ഇതാണ് ഇമ്പോർട്ടന്റ്. ഈ സാധനം ശരിയായിട്ട് വേണം ബാക്കിയിലേക്ക് പോവാൻ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതിന്റെ കൂടെ കുറച്ച് സാധനം ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് എന്തിനാ? ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സാധനം ഇമ്പോർട്ടന്റ് മനസ്സിലാക്കിയിട്ട് അത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ അല്ല, ഗ്രൂപ്പിൽ ഞാൻ നോട്ടായിട്ട് ഇടാം, കുഴപ്പമില്ല. നമ്മളെല്ലാവരും ഗ്രൂപ്പിലുള്ളവരാണല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കണം കേട്ടോ. അതിൽ എല്ലാം പെടും. ഓ, അവലെ സാലിഹാത്തുകളെല്ലാം അതിൽ പെടും. അങ്ങനെ പറയാൻ കഴിയില്ല. അത് എന്താ വിഷയം വെച്ചാല്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പം നുബുവത്തും റിസാലത്തും ആഗ്രഹിക്കുന്നവർക്ക് കിട്ടൂലല്ലോ. ഇപ്പൊ അതാണല്ലോ അബൂലഹബിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ച കാര്യം. എന്താണ്? അവസാനം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നറിഞ്ഞു. അപ്പൊ അവരൊക്കെയാണ് ഈ ഷർട്ടും ഒക്കെ അടിച്ചു കുത്തുന്നത്. ഈ സാധനം വരും, നമ്മളിലേക്കാണ് വരിക, ഖുറൈശികളിലേക്കാണ് വരിക, ഇതിലേക്കാണ് വരിക, ഞങ്ങളാണ് അതിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാണ് നടന്നത്. പക്ഷെ അങ്ങനെ ഒരാള് നുബുവത്ത് കിട്ടണം, റിസാലത്ത് കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ കിട്ടുമോ? ഇല്ല. അപ്പൊ അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഒരാളെ ഇഷ്ടപ്പെടുക, അള്ളാഹ് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു വറദു അൻഹു എന്ന് പറഞ്ഞില്ലേ? ആ അള്ളാഹ് തൃപ്തിപ്പെട്ട ആൾക്കാർ, ആ തൃപ്തിപ്പെട്ട കൂട്ടത്തിൽ ആരുണ്ട്? മീൻസ് ആ സഹാബത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതിൽ തന്നെ അള്ളാഹ് തൃപ്തിപ്പെട്ടവരുണ്ട്, തൃപ്തി ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ചില നിഫാഖ് ചിലർ പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് അള്ളയാണ് ആരെ സെലക്ട് ചെയ്യണം, ആർക്ക് കൊടുക്കണം, ആരുടേതായിട്ട് മാറണം എന്ന് ചോദിക്കുക. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരായിട്ട് മാറാൻ വേണ്ടി നമ്മളിങ്ങനെ കൊതിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. ഇല്ല, അത് എന്താ പറയാ, ഖുർആനിന്റെ ഒരു അമാനുഷികത അല്ലെങ്കിൽ ഒരു മുഅ്ജിസത്ത് പറയാം. അതല്ലെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നതിൻ്റെ ഒരു വേറൊരു ലെവല് പഠിപ്പിക്കുന്ന രൂപത്തിലാണ്.
എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ കൽബിനെ പിടിച്ചു കുലുക്കേണ്ടുന്നതായ അള്ളാഹിൻ്റെ കലാം. അതൊരു പർവ്വതത്തിന് മുകളിലാണ് വീഴുന്നെങ്കിൽ അത് തന്നെ തകർന്ന് തരിപ്പണായി പോകും. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടും എന്തേ ഒരു കുലുക്കം ഇല്ലാത്തത് എന്നൊരു ചോദ്യത്തിന് വേണ്ടി